മമ്മി മമ്മി നമ്മളിന്ന് എന്താ സ്നാക്സ് ഉണ്ടാക്കുന്നത്? ഇന്ന് മുട്ട കൊണ്ടൊരു ചെറിയ സ്നാക്സ് എളുപ്പത്തിൽ കഴിയുന്നതാണ്. മുട്ട ബുജി. മുട്ട ബുജിയും പിന്നെ മുട്ട ബുജി പൊട്ടാറ്റോയും കോട്ട് ചെയ്തിട്ടല്ലേ? നമുക്ക് മാവ് തയ്യാറാക്കാം. അതെ, കുക്കറിൽ മുട്ട ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. കടലമാവ് ഇട്ടിട്ടുണ്ട്. നല്ല കടലമാവ് നല്ല നമ്മൾ പൊടിക്കണമല്ലോ. ഇതാണ് ഇതിൻ്റെ കടലമാവ്. നമുക്ക് അധികം മാവ് വേണ്ട, കാരണം 4 മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് കടലമാവ് ലേശം എടുത്തിട്ടെടുക്കണുള്ളൂ. കടലമാവ് നമ്മളതിൻ്റെ മാവിനനുസരിച്ച് വേണം നമുക്ക് മുട്ട ഫ്രൈ ചെയ്യാൻ. 1 ടീസ്പൂൺ അരിപ്പൊടി അല്ലേ? അരിമാവ്? അരിപ്പൊടി. അരിപ്പൊടി. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അതെ. പിന്നെ മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അതെ, ടേസ്റ്റ് നോക്കിയിട്ട്. കൈ കൊണ്ട് തന്നെയാണ് കുഴയ്ക്കുന്നത്. ടീസ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കുഴയ്ക്കാം. കൈ ആകുമ്പോൾ നല്ല മിക്സിങ് ശരിയാണ്. കുറച്ച് ഇട്ട് കൊടുക്കൂലേ വെള്ളം? ചെറിയ കുക്കറുണ്ടെങ്കിൽ നല്ലത്. വലിയ കുക്കറുണ്ടെങ്കിൽ അത് കഴുകാനും ബുദ്ധിമുട്ടാകാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ബാക്കി മാവ് വേസ്റ്റ് ആവാതിരിക്കാൻ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും വേണ്ടി ഫ്രൈ ചെയ്യാം. സോസിൻ്റെ കൂടെയും കഴിക്കാം, തക്കാളി ചട്നി കൂടെ കഴിക്കാം, പക്ഷേ വെറുതെയും കഴിക്കാം. ആലു നല്ല രീതിയിൽ തൊലി കളയല്ലേ? ആലു കട്ടറുണ്ട്, ഞാനിങ്ങനെ കൈ കൊണ്ട് എളുപ്പം ചെയ്യുന്നതാണ്. ആ കട്ടർ കൊണ്ട് മര്യാദയ്ക്ക് ആവത്തില്ല അത്. ഇനി ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്യാല്ലേ? തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇത് പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഫ്രൈ ചെയ്യണം നൈസായിട്ട്. ഫ്രൈ ചെയ്തിട്ട് മുക്കി മാവ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. ഇവിടെ നോക്കാം. ലേശം കോൺഫ്ലേക്സിൻ്റെ കുറച്ച് പൊടി. അപ്പോൾ രണ്ടാമത്തെ വിസിൽ അടിച്ച് പേടിച്ച്. നമ്മൾ മുട്ട തണുത്ത് വരുന്ന സമയം കൊണ്ട് ആലുവിനെ കവർ ചെയ്യാല്ലേ? കോട്ട് ചെയ്ത്. യെസ്, അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാല്ലേ? കുറച്ച് ചൂട് പോയിട്ടല്ലേ? എന്താ കറക്റ്റായ മമ്മി? ടേസ്റ്റ് ഉണ്ട്. ക്രഞ്ചിനെസ് ആയതുകൊണ്ടേ ഇപ്പം വായ പൊളി. ചൂടാക്കി തിന്നാൻ. രണ്ടും കൂടി വെക്കണം നമുക്ക്. ഇത്ര ഒന്നിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെ.
എല്ലാത്തിൻ്റെ തോട് കളയല്ലേ? പച്ചവെള്ളത്തിലിട്ട കാറുണ്ട് എളുപ്പം നമുക്ക് തൊണ്ട് ഉലിഞ്ഞു പോരും. ചൂടുണ്ടാവുമല്ലോ. ഞാൻ സ്പീഡിയെല്ലാം ചെയ്തതല്ലേ? എല്ലാത്തിനെയും ഹാഫായിട്ട് കട്ട് ചെയ്യല്ലേ മമ്മി? മുട്ട ഇപ്പോൾ കോട്ട് ചെയ്തെടുക്കുമല്ലേ ഓരോന്നായിട്ട്? നമ്മളുടെ സെക്കൻഡ് റോ ഇടാൻ തുടങ്ങി. ഇപ്പോൾ ബാറ്റർ ബാക്കി വന്നിട്ട് ഈ ആലു ഒക്കെ ഇട്ടില്ലേ? കുറച്ച് ദൂരെ വെച്ച് എടുക്കേണ്ടി വരും. സെക്കൻഡ് റോയും റെഡിയായി. ടെസ്റ്റ് ഓഫ്. അടിപൊളിയല്ലേ മമ്മി? അടിപൊളി. സോസിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം. ചട്നിക്ക് തൽക്കാലം ഞാൻ ഉണ്ടാക്കില്ല. ശരി എന്നാ.